ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ ഉഷ കൃഷ്ണമൂർത്തി. റിയാക്ഷൻ വീഡിയോ ആണ് കൂടുതലായും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നില്ല. ഇപ്പോൾ മുതൽ റിയാക്ഷൻ വീഡിയോ തുടങ്ങുകയാണ്. ആദ്യം തന്നെ നമുക്ക് രേണുവിൻ്റെ കാര്യമെടുക്കാം. രേണു ആണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. ഈ കുട്ടിക്ക് എന്ത് പറ്റി എന്നറിയില്ല. കോഴിക്കോടിനെ സ്വന്തം ഞങ്ങളുടെ നാടിനെ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണോ ഇദ്ദേഹം? കൂടും കുടുക്കയും എല്ലാം എടുത്ത് സംശയമുണ്ട്. കാരണം ഒരു ആൽബത്തിലോ ഷോർട്ട് മൂവിയിലോ സിനിമയിലോ അഭിനയിക്കുന്നവർ എല്ലാവരും ഇയാളും ഈ രേണു എന്ന കഥാപാത്രവുമായിട്ട് ചെയ്യുന്നത് പോലുള്ള അഴിഞ്ഞാട്ടമൊന്നും ആരും നടത്താറില്ല. അഴിഞ്ഞാട്ടം എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. രേണു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഴിഞ്ഞാട്ടമാണ്. കാരണം രേണു ഒരിക്കൽ ആ ഒരു ആൽബം ചെയ്തതിലൂടെ കടപ്പുറത്തെ മണലിലൂടെ കിടന്ന് ഉരുളുന്ന രംഗങ്ങളെടുത്തപ്പം ചാന്തുപൊട്ടിനെ ക്രിയേഷൻ ചെയ്തതാണ്. ദിലീപ് അഭിനയിച്ച ചാന്തുപൊട്ട് എന്ന സിനിമയിലെ ചാന്തുപൊട്ട് സൂര്യൻ മാനത്ത് എന്നും പറഞ്ഞിട്ട് പാട്ടും പാടി ആ പാട്ടിനെ അനുകരിച്ച് റീക്രിയേഷൻ എന്നും പറഞ്ഞിട്ടും അതിനുശേഷം ആണ് ഷോർട്ട് മൂവികളിലും മറ്റും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ രേണു സുധി. ഇപ്പോൾ രേണു സുധി ആരാണ്? സുധിയുടെ ഭാര്യ എന്ന രീതിയിൽ രേണു സുധിനെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് അറിയില്ല. കാരണം രേണു സുധി എന്ന സുധിയുടെ ഭാര്യ രേണു സുധിയുടെ പേരിലൂടെ മാത്രമാണ് റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് സുധിയെ കല്യാണം കഴിച്ച സ്ത്രീയാണ് രേണു. അതിലൊരു മകനുമുണ്ട്. സുധി അപകടത്തിൽ മരിച്ചത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ വിഷമകരമായ തന്നെ ആയിരുന്നു ആ കാര്യങ്ങളെല്ലാം. എങ്കിലും ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓരോ തൊഴിലുകൾ എടുക്കാറുണ്ട്. ആ തൊഴിലിനോട് കുറച്ചെങ്കിലും മാന്യത പുലർത്തുന്നത് നന്നായിരിക്കും. കാരണം അവരെ വിചാരം അവർ മാത്രമാണ് അഭിനേത്രി എന്നാണ്. അഭിനേത്രി എന്ന് പറഞ്ഞാൽ ഇതുപോലെ പല ഭാഗങ്ങളിലും പോയി നിന്ന് ഒരു പുരുഷനെ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും വായിൽ ചോറ് ഇട്ട് കൊടുത്തും ചോറ് തീറ്റുന്ന സമയത്തും ഒരു ഉമ്മ കൊടുത്ത് കെട്ടിപ്പിടിച്ച് നിന്ന് അവിടെ പിടി ഇവിടെ പിടി അരക്കെട്ട് പിടി എന്ന് പറഞ്ഞിട്ടുള്ളതല്ല ജീവിക്കാൻ വേണ്ടി തൊഴിലെടുക്കുന്നവർ ചെയ്യേണ്ടത്. ഈ കുട്ടി രേണു ആകെ മെലിഞ്ഞ് എല്ലും തോലുമായ ഒരു രൂപമാണ്, ഒരു സ്ത്രീ രൂപമാണത്. അത്രയേ ഉള്ളൂ. ഇത് കേട്ടിട്ട് രേണുവിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നവർ എല്ലാവരും കൂടെ വന്ന് എനിക്ക് പൊങ്കാല ഇട്ടാലും എനിക്കൊന്നുമില്ല. കാരണം ഞാൻ ഈ പറയുന്നതിനേക്കാൾ വളരെ മോശമായ രീതിയിൽ ഇതിനകത്തിരിക്കുന്ന യൂട്യൂബേഴ്സിൽ പലരും പറഞ്ഞു കഴിഞ്ഞു. കുറച്ച് മുൻപ് ഞാൻ വീഡിയോ ചെയ്തപ്പോഴും മറ്റു പലരുടെയും വീഡിയോയിൽ പറയുന്നതിൻ്റെ 1/4 മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും ഞാൻ പറയാറില്ല. നമുക്കൊരാളെ പറയുന്നതിനൊരു പരിധിയുണ്ടല്ലോ. പക്ഷേ ബോഡി ഷെയ്മിങ്ങോ അങ്ങനെ ഒന്നുമല്ല. ആ പെണ്ണ് മെലിഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോയ്ക്ക് ശേഷം പെണ്ണ്, അതായത് ചാന്തുപൊട്ടിൻ്റെ റീക്രിയേഷന് ശേഷം കുറച്ച് ഷോർട്ട് ഫിലിമിലും എല്ലാം അഭിനയിച്ച് ഒരു പ്രജീഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ പുറകിലായിരുന്നു കുറേ കാലം. അവനെയും കൊണ്ട് അവന് ചോറ് തീറ്റ കൊടുത്തും അവൻ്റെ വീട്ടിൽ പോയും അങ്ങനെ കുറേ നടന്ന് ഇപ്പോൾ അതിൽ ബിഗ് ബോസിൽ പോയതോടുകൂടി പ്രജീഷുമായിട്ട് കുറച്ചൊന്ന് അകലം പാലിച്ചതായിട്ട് കണ്ടു. എന്ത് കണ്ടിട്ടാണ് നിങ്ങളൊക്കെ ഇവന്മാരുടെ പുറകെ നടക്കുന്നത്? ഇവള് മാത്രമാണോ അഭിനയിക്കാൻ അറിയുന്ന അഭിനയ സിംഹമാണോ ഇവള്? ഇവളെക്കാട്ടിൽ നന്നായിട്ട് അഭിനയിക്കുന്ന എത്രയോ നടന്മാർ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്, സീരിയലിലുണ്ട്, ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ആൽബത്തിലും ഷോർട്ട് ഫിലിമിലും എല്ലാം അഭിനയിക്കുന്നുണ്ട്, പരസ്യങ്ങളിൽ വരുന്നുണ്ട്. ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ചാൻസിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു അന്നൊക്കെ അഴിഞ്ഞാടിക്കൊണ്ടിരുന്നത്. ആ അഴിഞ്ഞാട്ടം കഴിഞ്ഞ ശേഷം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി നേരെ പോയിരിക്കുന്നത് ദുബായിയാണ്.
അവിടെ ബാർ ഉദ്ഘാടനത്തിന് പോകുന്നു, വെള്ളമടിക്കുന്നു, വെള്ളമടിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളും കണ്ടു. അതിനുശേഷം വീണ്ടും പഴയതുപോലെ തന്നെ പാടത്തും പറമ്പത്തും എല്ലാം ഓടി നടന്ന് ഒരു കള്ളിമുണ്ടും ഒരു തോർത്തും തോളിലേക്കിട്ട് അങ്ങനെ ഒരു ഗ്രാമീണ ശൈലിയിലൊക്കെയാണ് കേട്ടോ അഭിനയം. എന്ത് പറയണമെന്നറിയില്ല. ഗ്രാമീണ ശൈലിയിൽ അഭിനയിക്കുമ്പം പാടവരമ്പത്തൂടെ നടന്നു വരുമ്പം വീഴുമ്പം ദാസന്റെ മേലേക്ക് കെട്ടി മറിഞ്ഞ് വീഴുന്നു. ദാസൻ വാരിയെടുക്കുന്നു, കോരിയെടുക്കുന്നു, പിടിച്ച് കിടത്തുന്നു, കയ്യിൽ കിടത്തുന്നു, ഉമ്മ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, അരക്കെട്ടിൽ പിടിക്കുന്നു. എൻ്റെ അമ്മോ, ഇതൊക്കെ എന്തോന്നല്ലേ ഇത്? ഇങ്ങനെയൊക്കെ ഉണ്ടോ ഒരു അഭിനയം? പറഞ്ഞു കൊടുക്കുന്ന സംവിധായിക കേമമാണ് കേട്ടോ. ഈ കേമത്തി പറഞ്ഞു കൊടുക്കുന്നത് കണ്ണിലേക്ക് നോക്കൂ, അവളെ കെട്ടിപ്പിടിക്കൂ, നെഞ്ചോട് ചേർത്ത് വെക്കൂ. എന്താണ് ഒരു സീൻ പറഞ്ഞു തന്നാൽ, സ്റ്റോറിയിലെ ആ ഭാഗവും ഡയലോഗും പറഞ്ഞു തന്നാൽ, അഭിനയിക്കാൻ വേണ്ടിയിട്ട് വന്നവരാണെങ്കിൽ അത് ഒന്ന് ഉൾക്കൊണ്ട് ആ കഥാപാത്രമായിട്ട് ആ ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കും. അതിൽ എന്തെങ്കിലും പാളിച്ച ഉണ്ടെങ്കിൽ ആ സീൻ എടുത്തു കഴിഞ്ഞിട്ടാണ് സംവിധായകൻ നോക്കുമ്പോൾ സീനിന് ശേഷം അതിൽ എന്താണ് പോരായ്മ എന്ന് വെച്ചാൽ വീണ്ടും അത് ടേക്ക് പോകും. അല്ലാതെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് പിടിക്കാൻ പറയുന്നു, ഉമ്മ വയ്ക്കാൻ പറയുന്നു, കെട്ടിപ്പിടിക്കുമെന്ന് പറയുന്നു, അഞ്ചോട് ചേർത്ത് വെക്കെന്ന് പറയുന്നു, കയ്യിലോട്ട് ഇങ്ങനെ കിടക്കണ പോലെ കിടക്കാൻ പറയുന്നു രേണുവിനോട്. എന്ത് മലർത്തി എടുത്തോണ്ട് നടക്കണ? 40-40 വയസ്സായ ഒരു സ്ത്രീയെ ഈ ദാസൻ കുടുംബമൊക്കെ വിട്ടിട്ട് ഇവളെ കൂടെ അഴിഞ്ഞാടാൻ ഇറങ്ങി വന്നേക്കുകയാണോ? എന്തായാലും സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ കേൾക്കുന്ന ന്യൂസുകൾ വളരെ സന്തോഷമുള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഷൂട്ടിൻ്റെ ടേക്കും കഴിഞ്ഞ് ഷൂട്ടും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ ശേഷം മാറി നിന്നിട്ട് ഇവരുടേതായ രീതിയിൽ പിന്നെ കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും കൊടുക്കലും വാങ്ങലും തിന്നലും എല്ലാം ഉണ്ട്. ഇതെല്ലാം വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. അപ്പോൾ കാണുന്നവർ റിയാക്ഷൻ വീഡിയോ ചെയ്യും. റിയാക്ഷൻ വീഡിയോ ചെയ്യാത്തവർ ഇതിന് എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ നെഗറ്റീവായിട്ടിടും. അത് ഇവൾക്കൊരു റീച്ചിനുള്ളതാണ്. ആ റീച്ച് മാത്രമാണ് ഇവൾ നോക്കുന്നത്. അതിനു വേണ്ടി മാത്രം കെട്ടി ഒരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നേക്കുകയാണ്. കാറെടുക്കുന്നു, കാറെടുത്തിട്ട് അവിടെ പാർക്ക് ചെയ്യുന്നു. ദാസൻ അവരുടെ താമസ വീടിൻ്റെ അവിടെ പോകുന്നു. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. ഈ തന്തയും തള്ളയും വലിയ വായാടിത്തം അറിയുന്നൊരു തന്ത ഉണ്ടായിരുന്നല്ലേ ഇവൾക്ക്, തങ്കച്ചൻ. അമ്മ പിന്നെ അധികം രംഗത്തേക്ക് വരാറില്ല. ഒരു ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും എല്ലാവരും ഉണ്ട്. എല്ലാവരും നിർത്തിപ്പോയോ പരിപാടി? ആർക്കും രേണുവിനെ കുറിച്ചൊന്നും അറിയണ്ടേ? രേണു ആരാ, എന്താ, എങ്ങനെയാ എന്നൊക്കെ അറിയണമെങ്കിൽ സോഷ്യൽ മീഡിയ മാത്രം തുറന്നാൽ മതി. യൂട്യൂബ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക്. കോഴിക്കോട് ദാസൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി എന്നാണ് ഇപ്പം കേൾക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ദാസൻ്റെ മകള് രേണുവോളം പൊക്കം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മകൾക്ക് പഠിക്കാൻ പോകണം, പുറത്തിറങ്ങി നടക്കണം, അയൽപക്കക്കാരുണ്ട്, കുടുംബക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. രേണുവിനെ പോലെ ഒരു വിധവയായി നടക്കുന്നവരല്ല അവരൊന്നും. ദാസൻ എന്ന വ്യക്തി അതൊന്ന് ഓർക്കേണ്ടത് തന്നെയാണ്. ഓർക്കാതെ വെറുതെ സ്വന്തം കുടുംബത്തെ ഓർത്തിട്ട് വേണം എവിടെ പോയിട്ടും ജോലി ചെയ്യാം. സ്വന്തം കുടുംബം ഉണ്ട് എന്ന ഒരു ഉറപ്പ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. മാനസികമായി ആ കുടുംബത്തെ വിട്ട് പിരിയാത്ത രീതിയിലും ആ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാത്ത രീതിയിലും ആർക്കും എന്ത് ജോലിക്കും പോകാം. മാന്യമായിട്ട് തന്നെ ജോലി ചെയ്ത് ജീവിക്കാം. എല്ലാവർക്കും അവകാശമുണ്ട് ഈ ഭൂമിയിൽ. അപ്പോൾ ഇത് മറ്റൊരാളുടെ കുടുംബം ഇല്ലാതാക്കാനും അവർക്ക് ചിത്തപ്പേരുണ്ടാക്കാനും അവരുടെ മക്കൾക്ക് പേരുദോഷം വരുത്താനും വേണ്ടിയാകരുത്. ഒന്നുമില്ലെങ്കിൽ അച്ഛൻ ഒരു മുത്തശ്ശൻ്റെ രേണുവിൻ്റെ നായകനായിട്ട് ദാസനെ വിളിച്ചിരിക്കുന്നു. എന്തടോ നിനക്ക്, എവിടെയാണ് നിനക്കിത് അഭിനയിച്ച് പരിചയമുള്ളത്? നീ ആ ചാന്തുകൊട്ടിൻ്റെ കൂടെ അവളെ കൂടെ വന്നതുകൊണ്ട് തന്നെ കോഴിക്കോട് ദാസൻ എന്ന് പറഞ്ഞത്. നീ ജനിക്കുമ്പോഴേ കോഴിക്കോട് ദാസനാണോ അതോ കോഴിക്കോട് ജനിച്ച് കഴിഞ്ഞതിന് ശേഷം നിനക്ക് ദാസൻ എന്ന് പേരിടുക? എല്ലാവരും കോഴിക്കോട് ദാസേട്ടെന്ന് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് എഴുതിയിരിക്കുന്നു കോഴിക്കോട് ദാസേട്ടൻ. ഇത് സെർച്ച് ചെയ്തപ്പോഴല്ലേ അറിയുന്നത്. ഒരു കാര്യവുമില്ല. ഇവനൊക്കെ എന്തിനാ പേരുദോഷം സ്വന്തം ജനിച്ച നാടിനെ, ജനിച്ച ജില്ലയെ
പേരുദോഷം വരുത്താനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? അധികമൊന്നും ഇതൊന്നും പോവില്ല കേട്ടോ. ഇത് ഇവിടം കൊണ്ടങ്ങ് നിർത്തിയേക്കണേ. ഇല്ലെങ്കിൽ ഇനിയും ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും കുടുംബം ഒന്നടങ്കം. രേണു എന്ന പെണ്ണിന് അവരുടെ അച്ഛനും അമ്മേനെയും പോറ്റാൻ വേണ്ടിയിട്ട് ഒരു മകനുണ്ട് സുധിയുടെ. ആ മകനെ പോറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പകുതി തുണിയിൽ വന്നിട്ട് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ചുമ്മാ ചുണ്ടനക്കാതെ ഒരു പാട്ടങ്ങ് പ്ലേ ചെയ്യുക, അതിനനുസരിച്ച് കണ്ണും കയ്യൊക്കെ ഒന്ന് നീട്ടി കാണിക്കുക. ഇതൊക്കെ ഇപ്പോൾ അവളുടെ കഴിവാണെന്നാണ് പറയുന്നത്. അവൾക്ക് അതിനൊന്നുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നില്ല. കഴിവുള്ളവരെ ഇങ്ങനെ ഓങ്ങി കളിക്കാൻ വരില്ല കേട്ടോ. അപ്പോൾ റേഡിനെ കുറിച്ചുള്ള പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും ഞാൻ വന്നെത്തും. അതുവരെ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ തരിക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന ഓപ്ഷൻ കൂടി ഉണ്ട്, അതിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.